ചെയ്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ആ മിക്സ് വെച്ചിട്ട് ഒരു നല്ല ഭയങ്കര ഷേപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മമാർക്ക് വലിയ പണിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത നല്ല ഏത്തപ്പഴം നോക്കിയിട്ട് എടുക്കുക. കാരണം നമുക്കറിയാലോ, നന്നായിട്ട് പഴം പഴുത്തിട്ടില്ല അല്ലെങ്കിൽ ഏത്തപ്പഴം ഈ കല്ലുള്ള ഏത്തപ്പഴമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉടച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കാം. എന്നിട്ട് ഈ 2 ഏത്തപ്പഴം നമ്മൾ പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് ബ്രെഡാണ്. അപ്പം ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ നിങ്ങൾ ഇത്രയ്ക്ക് വലിപ്പമില്ലാത്ത സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അത്രയ്ക്ക് വലിപ്പമുള്ള ഏത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 4 സ്ലൈസ് ബ്രെഡ് മതിയാവും. എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡും പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിവിടെ തേങ്ങയും ചേർക്കുന്നുണ്ട്. തേങ്ങയും പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം ഏത്തപ്പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ലോ. പഞ്ചസാരയും പിന്നെ ഏലക്കായയുടെ പൊടി, ഇത് 4ഉം കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങ പൊടിച്ചില്ലെങ്കിൽ എന്താണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിക്സ് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മളൊന്ന് റോൾ ചെയ്തിട്ടെടുക്കും. അപ്പോൾ അതിനെ റോൾ ചെയ്യുമ്പോൾ ഈ തേങ്ങ ഇതേപോലെ ഇങ്ങനെ കിടക്കാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റോൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് പിന്നെ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ കൂടെ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് പൊടിച്ചിട്ടെടുക്കാം. പിന്നെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും ചേർക്കും. പിന്നെ ലാസ്റ്റ് ഇത് നമ്മൾ പൊരിച്ചിട്ടെടുക്കും. അപ്പം ഞാനിവിടെ കുറേ എണ്ണ ഒഴിച്ചിട്ട് ഡീപ് ഫ്രൈ പോലെയല്ല ചെയ്തിട്ട് എടുക്കുന്നത്, ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്തിട്ട് എടുക്കുന്നത്. ഷാലോ ഫ്രൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പം അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഓയിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയിട്ടെടുക്കാം. ഈ ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ടാണ് പുഴുങ്ങുന്നത്. പഴം പുഴുങ്ങിയെടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഒരു കുക്കർ എടുക്കുക, ഇതിലേക്ക് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാടൊന്നും ചേർക്കണ്ട. ഒരു എന്താ പറയുക, ഒരു സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ കപ്പുണ്ടല്ലോ, ആ കപ്പിൽ ഒരു 1.25 കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പിൻ്റെ അത്രയ്ക്ക് വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു തട്ട് വയ്ക്കാം. കാരണം ഏത്തപ്പഴം പുഴുങ്ങുമ്പോൾ എപ്പോഴും വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങാണ്ട് ഒരു തട്ട് വെച്ചിട്ട് പുഴുങ്ങിയിട്ടെടുക്കുക. അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കർ തന്നെ വേണമെന്നില്ല, നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ചിട്ടാണല്ലോ സാധാരണ ഏത്തപ്പഴം പുഴുങ്ങിയിട്ടെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇടാണ്ട് ഒരു തട്ടിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളം കയറില്ല. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു തട്ടണിട്ട് വയ്ക്കുന്നത്. ഇതിലേക്ക് പഴം വയ്ക്കാം. ഈ പഴത്തുമ്മ മിക്കപ്പോഴും ഇതേപോലെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. സ്റ്റിക്കർ ഒന്നുകൊണ്ട് മാറ്റി കളഞ്ഞിട്ട് വെച്ചാൽ മതി. പഴം മുഴുവനായിട്ട് വെച്ചാലും കുഴപ്പമില്ല, ഇതിപ്പോൾ ചെറിയ കുക്കറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് വയ്ക്കും. അപ്പോൾ പഴം മുഴുകുമ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നേരിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പുഴുങ്ങണ്ട. ഈ കുക്കർ അടച്ചു വയ്ക്കാം. ഈ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവൻ പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറക്കുക. അപ്പോൾ പഴം വെന്തിട്ടുണ്ടാവും. തീ ഓണാക്കുക. ഇനി ഏത്തപ്പഴം വേവുമ്പോഴേക്കും നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സ് റെഡിയാക്കിയിട്ട് വെക്കാം. പിന്നെ ഞാൻ നാട്ടിൽ പോണതിന് മുമ്പ് ഈ പീനട്ട് ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. അത് ഇപ്പോഴും കേടുവരാണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു മിക്സിയിലിട്ടിട്ട് അടിക്കുമ്പോൾ അതിങ്ങനെ ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കണേന്നുള്ളത്. അതെനിക്ക് തോന്നണു ചില പീനട്ടിൽ അത്രയ്ക്കും ഓയിലുണ്ടാവില്ല. അപ്പോൾ നിങ്ങളങ്ങനെ മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ അരച്ചിട്ട് എടുക്കുമ്പോൾ അങ്ങനെ അറിയണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഞാനിവിടെ എടുത്തിരുന്ന പീനട്ട് നല്ല പീനട്ടായിരുന്നു. പിന്നെ ഞാനെടുത്തിരുന്ന പീനട്ട് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് ഓൾറെഡി വറുത്തേക്കണ പീനട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീനട്ടിൻ്റെ കളറൊന്നും ഒട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വറുത്തിട്ടേക്ക് എടുക്കുമ്പോൾ ചില പീനട്ടൊക്കെ ഈ കരിഞ്ഞ പോലെയൊക്കെ വരുമല്ലോ, അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് കളർ അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് പീനട്ട് വറുത്തത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല കളർ കിട്ടുകയും ചെയ്യും. ഇതന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല.
ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ മിക്കപ്പോഴും എടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ബ്രെഡ് പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ മിക്സി ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ടോ. ഇത് ഫിലിപ്സിൻ്റെ മിക്സിയാണ്. എനിക്ക് ഫിലിപ്സിൻ്റെ മിക്സി പണ്ടേ തുടങ്ങി ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം ഞാൻ ഈ എൻ്റെ വീഡിയോയ്ക്ക് ഏറ്റവും ആദ്യം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ഉപയോഗിച്ചിരുന്ന മിക്സിയായിരുന്നു ഫിലിപ്സ്. ഇതിലേക്ക് ബ്രെഡ് ചേർക്കാം. അതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇതിപ്പോൾ വൈറ്റ് ബ്രെഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കാം. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ചേർക്കാം. പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഏലക്കായയുടെ പൊടി ചേർക്കാം. ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റായിട്ടൊരളവില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് കറക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ്ട് മിക്സായിട്ട് ഈ തേങ്ങയൊക്കെ ആയിരുന്നാലും നല്ല പൊടി പോലെ കിട്ടും. അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവനും പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറക്കുക. ഞാനിവിടെ പഴത്തിൻ്റെ തൊണ്ടൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ബ്രെഡ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ബ്രെഡ് മിക്സിയിലിട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർക്കാം. അത് നിങ്ങൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പൊടിക്കണ്ട കേട്ടോ. അത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. 2 ട്രിപ്പായിട്ട് പൊടിച്ചാൽ മതി, അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കുറച്ച് നെയ്യ് നമ്മൾ കൈമേൽ തേച്ച് കൊടുക്കാം, അത് കൈമുട്ടും പിടിക്കില്ല. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര കുറവ് പോലെ തോന്നണുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. മിക്സ് ചൂടോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ ഇതിലേക്ക് ബ്രെഡിൻ്റെ മിക്സ് ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. ഇനി ഇത് റോൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പും വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാം. അതിപ്പോൾ എന്തായിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ മിക്സ് ഉണ്ടല്ലോ, ഈ മിക്സിയിൽ നിന്ന് അതേപോലെ ഇങ്ങനെ ഓരോ ഉരുളയാക്കിയിട്ട് എടുക്കുക. ഒരുപാട് ചെറുതാവണ്ട, അതേപോലെ നമ്മുടെ കൈയുടെ ഉള്ളിൽ കൊള്ളണ പോലെ. ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്യാം. നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്സ് ഇതേപോലെ ഇത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒന്ന് കനം കുറച്ചിട്ട് റോൾ ചെയ്യാം. ഇങ്ങനെ കനം ഇപ്പോൾ ഏതെങ്കിലും സൈഡിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ അതിങ്ങനെ കനം കുറഞ്ഞ് വരും. അത് പഴം ശരിക്കും പഴുത്തില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലൊക്കെ വിട്ടുപോകാം. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര തിന്നായിട്ട് എടുക്കണ്ട, കുറച്ച് കനം വേണം. ഏതാണ്ട് ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഈ
പൊറോട്ടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യില്ലേ, അതേപോലെ ഇങ്ങനെ ചെയ്യാം. ഇത് എൻ്റെ ഇവിടെ ഒന്ന് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഏതാണ്ട് നമ്മുടെയൊക്കെ ഏതാണ്ട് ഒരു ജിലേബിയുടെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടും. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം വന്നിട്ട് ഇന്ന് ഇപ്പോൾ ആ വീട്ടിലേക്ക് എൻ്റെ പാരൻസ് താമസം മാറ്റിയിട്ടുണ്ട്. അവർ ഇത്ര ദിവസം എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ഇപ്പോൾ വീടൊക്കെ നല്ല ക്ലീനാക്കി വീടിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം പവർ വാഷ് ചെയ്തിട്ട് ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഉള്ളൊക്കെ ശരിയാക്കി. കിണറ്റിലെ വെള്ളമൊക്കെ ആയിരുന്നാലും കുറേ പ്രാവശ്യം കിണറ്റിലെ വെള്ളമൊക്കെ വറ്റിച്ച് ചെളിയൊക്കെ മാറ്റി വെള്ളവും വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ചെറുതും കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 11 ഇതേപോലത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാനും ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് തീ ഒന്ന് പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നെയ്യ് പെട്ടെന്നായിട്ട് കരിഞ്ഞു പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചും വെച്ചിട്ടുണ്ട്. കാരണം നെയ്യ് പെട്ടെന്ന് അങ്ങോട്ട് കരിയും. ഇത് ചെറിയ തീയിലിട്ടിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരികയും ചെയ്യണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡ് തിരിച്ചിട്ടിടുക. അത് നിങ്ങളിത് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. ഞാനിവിടെ തീ ഒരു ഇത് നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് ഇത് ചിലപ്പോൾ ഇതാകെ അങ്ങോട്ട് ഇതിൻ്റെ ഷേപ്പൊക്കെ അങ്ങോട്ട് പോകും. ഏറ്റവും ഈ സൈഡിലേക്ക് ഇരുന്നത് ശരിക്കും അങ്ങോട്ട് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ നടുക്കിരുന്നതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ശരിക്കും മൊരിഞ്ഞ് കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ അടിയൊക്കെ കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിടണ്ട. മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചിട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇത് ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും കിട്ടില്ല. തീ ഒരു ഇത് നന്നായിട്ട് തന്നെ കുറച്ച് വയ്ക്കാം. എന്നിട്ട് വേണം ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.